Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Find the inverse Laplace transform of first question 2s plus 1 by s square plus 2s plus 5. Second question e raised to minus s by s square plus 2s plus 1. ഇത് മെയ് 2024 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഇതിൽ ഒന്നാമത്തെ പ്രോബ്ലം ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു. ഏതാണ്? ഈ 2s plus 1 by s square plus 2s plus 5 ന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. e raised to minus s by s square plus 2s plus 1. ഈ രണ്ടാമത്തെ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുക. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കണം. സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തപ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ആണ് അതിൽ അപ്ലൈ ചെയ്തത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അറിയണം. എന്താണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി? അത് എഴുതാം. സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t എന്ന് പറയുന്നത് f bar s ആണെങ്കിൽ then Laplace transform of f of t minus a u of t minus a is equal to e raised to minus as f bar s ആണ്. ഇതാണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. അപ്പൊ സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഓർത്തിരിക്കുക. ഒരു ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം f bar s ആണെങ്കിൽ Laplace transform of f of t minus a u of t minus a is equal to e raised to minus as f bar s ആണ്. ഇവിടെ u of t minus a എന്ന് പറഞ്ഞ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. ഇനി നമുക്ക് ഇവിടെ ഇൻവേഴ്സ് ആണ് ആവശ്യം. therefore ഈ ഫോർമുലയിൽ നമ്മൾ ഇങ്ങനെ ആക്കുന്നു. therefore L inverse f bar s is equal to f of t ആണ് എങ്കിൽ then L inverse e raised to minus as f bar s is equal to എന്തായിരിക്കും? f of t minus a u of t minus a. ഈ ഒരു പ്രോപ്പർട്ടി ആണ് നമുക്ക് ആവശ്യം. സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അനുസരിച്ച് നമ്മൾ ഇവിടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇതാണെങ്കിൽ f bar s ആണെങ്കിൽ ഇത് then നേരെ തിരിച്ചുള്ളതാണ് നമുക്ക് ആവശ്യം. L inverse f bar s എന്നുള്ളത് f of t ആണെങ്കിൽ L inverse e raised to minus as f bar s എന്ന് പറയുന്നത് എന്താണ്? f of t minus a u of t minus a. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. e raised to minus s by s square plus 2s plus 1. നമുക്ക് ഇവിടെ e raised to minus as f bar s. ആദ്യം f bar s നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. f bar s എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ a എന്ന് പറഞ്ഞാൽ s ന്റെ കോഎഫിഷ്യന്റ്, a എന്ന് പറഞ്ഞാൽ 1. f bar s എന്ന് പറയുന്നത് എന്താണ്? f bar s എന്ന് പറയുന്നത് 1 by s square plus 2s plus. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി അനുസരിച്ച് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? L inverse f bar s കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞാൽ L inverse 1 by s square plus 2s plus 1 കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? L inverse 1 by s square plus 2s നെ നമ്മൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റും. s square plus 2s plus 1 ആണ്. അതിനെ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി കൺവെർട്ട് ചെയ്യുമ്പോൾ s square plus 2s plus 1 എന്നുള്ളത് s plus 1 the whole square എഴുതാം. കണ്ടോ? L inverse 1 by s plus 1 whole square എഴുതാം. s plus 1 whole square. ഇനി L inverse 1 by s plus 1 whole square ന്റെ ഇൻവേഴ്സ് എന്താണ്? ആ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ റിസൾട്ട് ഉണ്ട്. L of t raised to n എന്ന് പറഞ്ഞാൽ എന്താണ്? n factorial by s raised to n plus 1 ആണ്. അപ്പൊ L of e raised to minus at t raised to n എന്ന് പറഞ്ഞാൽ എന്താണ്? n factorial by s plus a whole raised to n plus 1 ആണ്. Therefore L inverse 1 by s plus a whole raised to n plus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to minus at t raised to n by n factorial ആണ്. L inverse 1 by s plus a whole raised to n എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to minus at t raised to n minus 1 by n minus 1 factorial. പിന്നെ ഈ ഫോർമുല ഇവിടെ നമുക്ക് L inverse 1 by s plus 1 whole square ന്റെ റിസൾട്ട് അപ്ലൈ ചെയ്യണം. ആ റിസൾട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ഫോർമുല നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. അതായത് എന്താണ്? L inverse 1 by s plus a whole raised to n is equal to e raised to minus at into t raised to n minus 1 by n minus 1 factorial എന്ന് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. ഇനി അങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ച് നിങ്ങൾ അത് മറന്നുപോയി നിൽക്കുക, നിങ്ങൾക്ക് അത് കിട്ടുന്നില്ല. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് അറിയാം. നമ്മൾ 8 സ്റ്റാൻഡേർഡ് റിസൾട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം പഠിച്ചിട്ടുണ്ട്. അതിലൊരു റിസൾട്ട് ആണ് L of t raised to n. L of t raised to n എന്ന് പറഞ്ഞാൽ എന്താണ്? n factorial by s raised to n plus 1. L of t raised to n എന്ന് പറഞ്ഞാൽ n factorial by s raised to n plus 1.
അപ്പോ ഈ ടി റേഷ്യോ n e റേഷ്യോ മൈനസ് a t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? n ഫാക്ടോറിയൽ ബൈ s ഈസ് റീപ്ലേസ്ഡ് ബൈ s പ്ലസ് a ഹോൾ റേഷ്യോ n പ്ലസ് 1. ഇനി നമ്മൾ L ഇൻവേഴ്സ് 1 ബൈ s പ്ലസ് a ഹോൾ റേഷ്യോ n പ്ലസ് 1 എന്തായിരിക്കും? e റേഷ്യോ മൈനസ് a t t റേഷ്യോ n ബൈ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ L ഇൻവേഴ്സ് n വരെ n മൈനസ് 1 കൊടുത്താൽ 1 ബൈ s പ്ലസ് a ഹോൾ റേഷ്യോ n ഈക്വൽ ടു e റേഷ്യോ മൈനസ് a t t റേഷ്യോ n മൈനസ് 1 ബൈ n മൈനസ് 1 ഫാക്ടോറിയൽ. അപ്പോ ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഈ റിസൾട്ട് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് അറിയില്ല എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കുക. ഇപ്പൊ ചെയ്ത് കണ്ടുപിടിക്കുന്നത് കുഴപ്പമില്ല, കാരണം നിസ്സാര സമയം കൊണ്ട് കണ്ടുപിടിക്കാം. നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് നമുക്കറിയാം. L ഓഫ് ടി റേഷ്യോ n എന്ന് പറഞ്ഞാൽ എന്താണ്? n ഫാക്ടോറിയൽ ബൈ s റേഷ്യോ n പ്ലസ് 1 എന്ന് അറിയാം. അതിന് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അറിയാം. ഈ റേഷ്യോ മൈനസ് a t കൊണ്ട് കൂടി ചെയ്യുമ്പോൾ n ഫാക്ടോറിയൽ ബൈ s പ്ലസ് a ഹോൾ റേഷ്യോ n പ്ലസ് 1. അതിന്റെ ഇൻവേഴ്സ് എടുക്കുമ്പോഴോ L ഇൻവേഴ്സ് 1 ബൈ s പ്ലസ് a ഹോൾ റേഷ്യോ n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഈ റേഷ്യോ മൈനസ് a t ഇൻടു ടി റേഷ്യോ n n ഫാക്ടോറിയൽ. നമുക്ക് s പ്ലസ് a ഹോൾ റേഷ്യോ n ആണ് വേണ്ടത്. അപ്പൊ ഈ റേഷ്യോ മൈനസ് a t ഇൻടു ടി റേഷ്യോ n മൈനസ് 1 ബൈ n മൈനസ് 1 ഫാക്ടോറിയൽ. അങ്ങനെ നമുക്ക് ചെയ്ത് ഈ ഫോർമുല കണ്ടുപിടിക്കാം. അങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ 1 ബൈ s പ്ലസ് a ഹോൾ റേഷ്യോ n റിസൾട്ട് എന്താണ്? ഈ റേഷ്യോ മൈനസ് a t ടി റേഷ്യോ n മൈനസ് 1 ബൈ n മൈനസ് 1 ഫാക്ടോറിയൽ. ഇവിടെ a എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. a എന്ന് പറഞ്ഞാൽ 1 ആണ്. അതുപോലെ n എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. നമ്മൾ ആ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? e റേസ് ടു മൈനസ് ടി. കണ്ടോ, എയുടെ സ്ഥാനത്ത് 1 കൊടുത്ത് e റേസ് ടു മൈനസ് ടി ഇൻടു ടി റേസ് ടു n മൈനസ് 1 ബൈ n മൈനസ് 1. n എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ t ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ. 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇതാണ്. അപ്പൊ e റേസ് ടു മൈനസ് ടി ഇൻടു ടി ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ. അപ്പൊ e റേസ് ടു മൈനസ് ടി ഇൻടു ടി ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? f ഓഫ് ടി. അപ്പൊ f ഓഫ് ടി നമ്മൾ കണ്ടുപിടിച്ചു, a നമ്മൾ കണ്ടുപിടിച്ചു. a എത്രയാണ്? a യുടെ വാല്യൂ 1 ആണ്. ഇനി നമുക്ക് എന്ത് എഴുതാം? therefore L ഇൻവേഴ്സ് e റേസ് ടു മൈനസ് s ബൈ s സ്ക്വയർ പ്ലസ് 2s പ്ലസ് 1. നമ്മുടെ ആ പ്രോപ്പർട്ടി അനുസരിച്ച് എന്തായിരിക്കും ഫോർമുല? f ഓഫ് ടി മൈനസ് a ഇൻടു u ഓഫ് ടി മൈനസ് a. അപ്പൊ t കാണുന്നിടത്തൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം? t മൈനസ് 1 എന്ന് കൊടുക്കണം. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? e റേസ് ടു മൈനസ് t മൈനസ് 1. t കാണുന്നിടത്തൊക്കെ നമ്മൾ കൊടുത്തു e റേസ് ടു മൈനസ് t മൈനസ് 1 അല്ലെ? f ഓഫ് t മൈനസ് a u ഓഫ് t മൈനസ് a. അപ്പൊ f ഓഫ് t എന്ന് പറയുന്നത് എന്താണ്? f ഓഫ് t എന്ന് പറയുന്നത് e റേസ് ടു മൈനസ് t ഇൻടു t ആണ്. f ഓഫ് t ആണ് ഇത്, e റേസ് ടു മൈനസ് t ഇൻടു t. അപ്പൊ അങ്ങനെയാണെങ്കിൽ f ഓഫ് t മൈനസ് 1 എന്തായിരിക്കും? e റേസ് ടു മൈനസ് t മൈനസ് 1 t മൈനസ് 1. അതുകൊണ്ട് e റേസ് ടു മൈനസ് t മൈനസ് 1 then t മൈനസ് 1, t മൈനസ് 1 t മൈനസ് 1 u ഓഫ് t മൈനസ് 1. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? e റേസ് ടു മൈനസ് ഓഫ് t മൈനസ് 1 ഇൻടു t മൈനസ് 1 ഇൻടു u ഓഫ് t മൈനസ് 1 ആണ് L ഇൻവേഴ്സ് e റേസ് ടു മൈനസ് s ബൈ s സ്ക്വയർ പ്ലസ് 2s പ്ലസ് 1 ന്റെ ആൻസർ. അപ്പൊ രണ്ടാമത്തെ പ്രോബ്ലം നമ്മൾ ചെയ്തത് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. അപ്പൊ സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി നിങ്ങൾ ഓർത്തിരിക്കണം. എന്താണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി? സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയിൽ ഇൻവേഴ്സ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. യൂണിവേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറയുന്നത് ഒരു ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം f bar s ആണെങ്കിൽ f bar s L of f of t f bar s ആണെങ്കിൽ L of f of t minus a u of t minus a എന്ന് പറഞ്ഞാൽ e raised to minus as f bar s ആണ്. f of t minus a u of t minus a യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് e raised to minus as f bar s ആണ്. ഇനി അത് നമ്മൾ തിരിച്ചു വെക്കുമ്പോൾ ഇൻവേഴ്സിന്റെ കേസാണ് നമുക്കിവിടെ ആവശ്യം. അപ്പൊ L ഇൻവേഴ്സ് f bar s എന്നുള്ളത് f of t ആണെങ്കിൽ L ഇൻവേഴ്സ് e raised to minus as f bar s എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? f of t minus a u of t minus a. ഇപ്പൊ തന്നിരിക്കുന്ന പ്രോബ്ലം എന്താണ്? e raised to minus s by s square plus 2s plus 1 ആണ്. ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് a കണ്ടുപിടിക്കണം. a എന്താണ്? a ഈ s ന്റെ കോഎഫിഷ്യന്റ് ആണ് 1. f bar s എന്താണ്? 1 by s square plus 2s plus 1. അപ്പൊ ഈ f bar s ന്റെ ഇൻവേഴ്സ് ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഞാൻ എന്താണ് ചെയ്തത്? s square plus 2s plus 1 നമുക്ക് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി എഴുതാം. s plus 1 whole square എഴുതാം. അപ്പൊ L ഇൻവേഴ്സ് 1 by s plus 1 whole square ന്റെ റിസൾട്ട് നമുക്ക് അറിയാവുന്നതാണ്. L ഇൻവേഴ്സ് 1 by s plus a whole raised to n is equal to e raised to minus at into t raised to n minus 1 by n minus 1 factorial. എന്ന് പറഞ്ഞേ e raised to minus at t raised to n minus 1 by n minus 1 factorial. ആ ഫോർമുല ബൈ ഹാർട്ട് ചെയ്താൽ പഠിക്കാൻ പറ്റാത്ത കുട്ടികൾ അല്ലെങ്കിൽ ആ ഫോർമുല മറന്നു പോകുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ ഫോർമുല ഡെവലപ്പ് ചെയ്തെടുക്കാം. എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം? നമുക്ക് 8 സ്റ്റാൻഡേർഡ് റിസൾട്ട് ഒരു റിസൾട്ട് ഇതാണ്. L of t raised to n എന്ന് പറഞ്ഞാൽ n factorial by s raised to n plus 1 ആണ്.
അപ്പൊ അതില് ഈ ടി റേഷ്യോ എന്നിനെ ഇ റേഷ്യോ മൈനസ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി എൽ ഓഫ് ഇ റേഷ്യോ മൈനസ് എ ടി ടി റേഷ്യോ എൻ. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിക്കുമ്പോൾ ഈ എസ് ഈസ് റീപ്ലേസ്ഡ് ബൈ എസ് പ്ലസ് എ. അപ്പൊ എൻ ഫാക്ടോറിയൽ ബൈ എസ് പ്ലസ് എ ഹോൾ റേഷ്യോ എൻ പ്ലസ് 1 വരും. Therefore, L inverse 1 by s plus a whole ratio n plus 1 എന്ന് പറഞ്ഞാൽ എന്താണ് e ratio minus a t t ratio n by n factor. നമുക്ക് n ന്റെ സ്ഥാനത്ത് n minus 1 കൊടുക്കുമ്പോൾ 1 by s plus a whole ratio n e ratio minus a t t ratio n minus 1 by n minus 1 factor. അപ്പോൾ ഇൻ കേസ് ഫോർമുല അറിയില്ലാത്ത കുട്ടികൾ അല്ലെങ്കിൽ ഫോർമുല മറന്നു പോകുന്ന കുട്ടികൾക്ക് ആ ഫോർമുല എങ്ങനെ എഴുതിയിട്ടുണ്ടാക്കാം. അപ്പൊ ഫോർമുല എഴുതിയിട്ടുണ്ടാക്കി. അപ്പൊ എന്താണ് ഫോർമുല? L inverse 1 by s plus a whole ratio എന്ന് പറഞ്ഞാൽ e ratio minus a t t ratio n minus 1 by n minus 1 factorial. നമ്മുടെ പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ n എന്ന് പറഞ്ഞാൽ 2 ആണ്, a എന്ന് പറഞ്ഞാൽ 1 ആണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ e ratio minus t into t. അപ്പൊ f of t എന്ന് പറഞ്ഞാൽ e ratio minus t into t ആണെങ്കിൽ f of t minus 1 എന്തായിരിക്കും? e ratio minus t minus 1 into t minus 1. t is replaced by t minus 1. അപ്പൊ f of e ratio minus t minus 1 into t minus 1. ആ സാധനം നമ്മള് നമുക്ക് L inverse e raised to minus s by s square plus 2s plus 1 എന്നുള്ള എന്താണ്? f of t minus a into u of t minus a ആണ്. f of t minus 1 ഇപ്പോൾ കണ്ടുപിടിച്ചു. എന്താണത്? e raised to minus t minus 1 into t minus 1. പിന്നെ എന്താണ്? u of t minus 1. അപ്പൊ നമ്മുടെ ആൻസർ ആയി ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ. ഈ മെയ് 2024 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യനോട് കണക്ട് ചെയ്ത് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തു. ഇതൊക്കെ നമുക്ക് 7 മാർക്ക് മേടിക്കാൻ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് മനസ്സിരുത്തി നിങ്ങളൊന്ന് ചെയ്തൊക്കെ പഠിച്ചാൽ, അത്യാവശ്യമുള്ള ഫോർമുലാസ് ഒക്കെ ചെയ്ത് പഠിച്ചാൽ സുഖമായിട്ട് നമുക്ക് 7 മാർക്ക് നേടിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് നോട്ട് ചെയ്തെടുക്കാം. ഈ ഫോർമുല ഡെവലപ്പ് ചെയ്യുന്നത് ഓർത്തിരിക്കാം. ഒരു പക്ഷേ മിക്കവാറും ഈ ഫോർമുല ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കണമായിരിക്കും നല്ലത്. കാരണം നിങ്ങൾക്ക് കൂടുതൽ ഫോർമുലാസ് പഠിച്ച് കോംപ്ലിക്കേഷൻ വരുന്നത് കുറച്ച് ഫോർമുലാസ് പഠിക്കുക, പിന്നെ നമുക്ക് കൂടുതൽ ഫോർമുലാസ് ആവശ്യം വരുമ്പോൾ ആ കുറച്ച് ഫോർമുലയിൽ നിന്ന് പുതിയ ഫോർമുല ഡെവലപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നും. ഒരുപാട് ഫോർമുലാസ് പഠിച്ചു കഴിയുമ്പോൾ ഈ ഫോർമുലാസ് കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യമുള്ള സ്റ്റാൻഡേർഡ് റിസൾട്ടുകളും പ്രോപ്പർട്ടീസും പഠിക്കുക. പിന്നീടുള്ള ഫോർമുലാസ് ഒക്കെ നമ്മൾ ഇതേപോലെ ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്തു വരുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഓക്കെ.